PK ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഭൂമിയുടെ ഉള്ളറയെ പറ്റി, അതായത് ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്. അപ്പോൾ ഇൻറ്റീരിയർ ഓഫ് ദി എർത്തിൻ്റെ ഉള്ളറയെ പറ്റി പഠിക്കാനായിട്ട് നമ്മൾ പ്രധാനമായി രണ്ട് സോഴ്സസുകളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളത് പഠിച്ചു. ഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സസ്, അല്ലെങ്കിൽ പ്രത്യക്ഷമായി നമ്മൾ പഠിക്കുന്നതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സസുകളും പഠിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലായി ഭൂമി എങ്ങനെയാണ് ഇങ്ങനെ ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്, ക്രസ്റ്റ് ഉണ്ട്, മാൻഡിലുണ്ട്, കോറുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡയറക്റ്റ് സോഴ്സസിൽ നമുക്ക് പ്രധാനമായിട്ടും റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഏതെന്ന് പറയുന്നത് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. എർത്ത് ക്വേക്സിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സീസ്മിക് വേവ്സുകൾ, അല്ലെ ഭൂകമ്പ തരംഗങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെ നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഭൂകമ്പങ്ങൾ, എർത്ത് ക്വേക്സ് ആണ്. ഏതാണ്? ഭൂകമ്പങ്ങൾ, എർത്ത് ക്വേക്സ്. അപ്പം ഭൂകമ്പം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് വരുന്നത്? സിംപ്ലി നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഷേക്കിംഗ് ഓഫ് ദ എർത്ത്, അല്ലേ? അതായത് ഭൂമിയുടെ കുലുക്കം, അല്ലെ ഭൂമിയുടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതാണ് ഭൂമിയുടെ കുലുക്കം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഭൂകമ്പങ്ങൾ എന്താണ്? ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്, എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് ഭൂമിക്കുണ്ടാകുന്ന ഒരു കമ്പനം അല്ലെങ്കിൽ ആ ഒരു ഷേക്കിംഗ് ആണ് ഏതെന്ന് പറയുന്നത് ഭൂകമ്പം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു നാച്ചുറലി ആയിട്ടുള്ള ഭൂകമ്പങ്ങൾ എവിടെയാണ് ഉത്ഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ലിത്തോസ്ഫിയറിലാണ്. അപ്പോൾ ലിത്തോസ്ഫിയറിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു 200 കിലോമീറ്റർ, അതായത് എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്നും, ഭൂവൽക്കത്തിൽ നിന്നും താഴോട്ട് എത്രയാണ്? ഒരു 200 കിലോമീറ്റർ വരെ വരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ലിത്തോസ്ഫിയർ ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളത്? ലിത്തോസ്ഫിയറിൽ ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിൽ, അതായത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ മാൻഡിലിൻ്റെ മുകളിലുള്ള കുറച്ച് പോർഷൻ അതുകൂടെ ചേരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഒരു 200 കിലോമീറ്റർ വരെ വരുന്നു. എവിടെ നിന്ന്? എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്നും ഭൂവൽക്കത്തിൽ നിന്നും താഴോട്ട്. ഈ സ്ഥലങ്ങളിലാണ് എന്ത് ഉത്ഭവിക്കുന്നത്? എർത്ത് ക്വേക്സ് സാധാരണയായിട്ട്, അതായത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എർത്ത് ക്വേക്സ് എവിടെയാണ് രൂപപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ലിത്തോസ്ഫിയറിലാണ്. അപ്പോൾ നമ്മുടെ ലിത്തോസ്ഫിയറിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്ലേറ്റുകൾ, അതായത് പ്രധാനമായിട്ടുള്ള പ്ലേറ്റുകൾ കൊണ്ടാണ് നമ്മുടെ കോണ്ടിനെൻറ്റ്സ് എന്നൊക്കെ. നമുക്ക് ഇനി അത് പഠിക്കാനുണ്ട്, കോണ്ടിനെൻറ്റ്സിനെ പറ്റി പ്ലേറ്റ് ടെക്ടോണിക് തിയറിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റുകളായിട്ടാണ് ഇവ നിൽക്കുന്നത്. ഈ പ്ലേറ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിന് താഴെയായിട്ട് നമ്മുടെ മാഗ്മയുണ്ട്, ഇതിന് മുകളിൽ കൂടി ഇങ്ങനെ നീങ്ങുന്ന പ്ലേറ്റുകളാണല്ലേ. മാഗ്മ എന്ന് പറയുന്നത് ഒരു മോൾട്ടൺ സ്റ്റേറ്റിലാണ്, എസ്തനോസ്ഫിയർ ആണെന്നൊക്കെ പറഞ്ഞു, അല്ലെ ദുർബലമായിട്ടുള്ള എസ്തനോസ്ഫിയർ, മാൻഡിലിൻ്റെ മുകൾ. പക്ഷേ അങ്ങനെ ഇങ്ങനെ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലാണ് നമ്മുടെ ഏത് കാണപ്പെടുന്നത്? എസ്തനോസ്ഫിയർ. അതിൻ്റെ മുകളിൽ തെന്നി മാറുന്ന പ്ലേറ്റുകൾ, അതാണ് അല്ലേ, അങ്ങനെ തെന്നി മാറുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഭൂകമ്പം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ലിത്തോസ്ഫിയർ പ്ലേറ്റുകൾ, അതായത് നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ വിള്ളൽ വരും. അതിനെയാണ് ഫാൾട്ട് എന്ന് പറയുന്നത്, അതായത് ഫ്രംഷം എന്നൊക്കെ പറയും. ഈ ഫാൾട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്ലേറ്റുകൾ എന്ത് ചെയ്യും? ഈ വിള്ളലിൽ നിന്ന് അപ്പുറത്തേക്ക് മാറിപ്പോകാനായിട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും മാറിപ്പോകാനായിട്ട് അവ ശ്രമിക്കും. പക്ഷേ പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ഇതിന് മുകളിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടാവും. ഈ ലെയേഴ്സ് എന്ത് ചെയ്യും? ഇവിടേക്ക് കുറേ പ്രഷർ എക്സേർട്ട് ചെയ്യും. ഈ മുകളിലുള്ള ഈ പ്ലേറ്റുകൾ ഇങ്ങനെ ചെലുത്തുന്ന പ്രഷറും അതുപോലെ, അതായത് അതിന് മുകളിലായിട്ടുള്ള ലെയേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറും, പിന്നെ ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവില്ലേ. കാര്യം പ്ലേറ്റുകൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ മാഗ്മയുടെ മണ്ടയിൽ ഇങ്ങനെ മൂവ് ചെയ്ത് നടക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഈ ഫ്രംഷത്തിന് അപ്പുറത്തേക്കുള്ള ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യും? ഫ്രിക്ഷനും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ ഫ്രിക്ഷനും ഈ മുകളിലുള്ള ലെയേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറുണ്ട്. ആ ഒരു മർദ്ദത്തിൻ്റെ ഒരു ഇത് കൊണ്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്? തെന്നി മാറി പോകാതെ നിൽക്കുന്നത്. അതായത് അകന്നു പോകാനാണ് അവർക്ക് ഇഷ്ടം, പക്ഷേ തെന്നി മാറി പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സസ് കാരണമാണ്. പക്ഷേ ഒരു പോയിന്റിൽ എത്തുമ്പോൾ, അതായത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഈ അകന്നു മാറാനായിട്ടുള്ള ഇവരുടെ ആഗ്രഹം, അല്ലേ, അകന്നു മാറാനായിട്ട് ഇവരുടെ ആ ഒരു ത്വര എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇതെന്ത് ചെയ്യും? ഈ ഫ്രിക്ഷനെ എക്സീഡ് ചെയ്യും. അതായത് ഈ ഫ്രിക്ഷനെയും കാട്ടി മണ്ടയ്ക്ക് വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? മാറിപ്പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഫാൾട്ടിൽ കൂടി എന്ത് ചെയ്യും? എർത്തിൻ്റെ അതായത് രൂപീകരണ സമയത്താണെങ്കിൽ എർത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് എനർജി ഉണ്ട്. ഈ എനർജി എന്ത് ചെയ്യും? ഇതിൽ കൂടി റിലീസ് ആവുകയും ചെയ്യും. അങ്ങനെ ഈ എർത്തിനിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ സീസ്മിക് വേവ്സ്, ഭൂകമ്പ തരംഗങ്ങൾ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും എർത്ത് കുലുങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് എർത്തിൻ്റെ ആ പ്ലേറ്റുകൾ ചലനം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് പറയാം? ഭൂമിക്കുണ്ടാകുന്ന ആ ഒരു ഷേക്കിംഗ്, അതായത് ഭൂമിക്കുണ്ടാകുന്ന കമ്പനമാണ് എന്ന് പറയുന്നത് ഭൂകമ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഭൂമിക്കുണ്ടാകുന്ന കമ്പനമാണ് ഭൂകമ്പം. ഭൂമിയുടെ പുറംപാളിയായ ലിത്തോസ്ഫിയർ വലിയ ടെക്ടോണിക് ഫലകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇവ താഴെയുള്ള ആസ്തനോസ്ഫിയറിന്റെ മുകളിലൂടെ നിരന്തരം ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോൾട്ടൺ ആയിട്ടുള്ള ആസ്തനോസ്ഫിയറിന്റെ മുകളിൽ കൂടി നിരന്തരം തെന്നി നീങ്ങുന്നു. രണ്ട് ഫലകങ്ങൾക്കിടയിൽ ചലനം ഉണ്ടാകുമ്പോൾ അവയുടെ അതിരുകളിൽ സ്വാഭാവികമായിട്ടും ഘർഷണം, നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അല്ലേ, ഒരു ഘർഷണം ഉണ്ടാകും. ഈ ഘർഷണം ഒരു തലത്തിൽ ഫലകങ്ങളുടെ ചലനത്തെ എന്ത് ചെയ്യുവാണ്? തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മൂവ്മെന്റിന് എതിരായിട്ട് വരുന്ന ഒരു ഫോഴ്സാണ്, അല്ലെ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേറ്റുകളുടെ മൂവ്മെന്റിനെ, ചലനത്തിനെ ഇവ എന്ത് ചെയ്യും? തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു ബൗണ്ടറിയിൽ, അതായത് പ്ലേറ്റുകളുടെ ബൗണ്ടറിയിൽ ഉയർന്ന സമ്മർദ്ദം സൃഷ്ടിക്കും, വലിയ തോതിലുള്ള ഊർജ്ജം സംഭരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ സമ്മർദ്ദം കർഷണത്തെ അതിജീവിച്ച് ഫലകാതിരുകൾ പൊടുന്നനെയുള്ള ഒരു ചലനം അഥവാ ഭ്രംശം ഉണ്ടാക്കുന്നു. ഈ ഭ്രംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോൾട്ടാണ്. അപ്പോൾ ഇതോടെ അതായത് കുറേ നേരം ഇവർ നേരെ സംഭരിച്ച് വെച്ചത്, അതായത് ഭൂമിയുടെ ഉള്ളിലുള്ള ഈ ഒരു എനർജി പെട്ടെന്ന് അങ്ങ് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഊർജ്ജം പെട്ടെന്ന് തരംഗ രൂപത്തിലൂടെ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഉപരിതലത്തെത്തുമ്പോഴാണ് ഭൂചലനമായിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് സിംപ്ലി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ഭൂകമ്പങ്ങൾ, എർത്ത്ക്വേക്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു എർത്ത്ക്വേക്സ് രൂപപ്പെടുന്ന അതായത് ഈ ഒരു എനർജി, അതായത് ആ ഊർജ്ജം ഇത് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോചിക്കപ്പെടുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോക്കസ്, പ്രഭവ കേന്ദ്രം. എന്താണ് ഫോക്കസ്, പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്? ഈ പ്രഭവ കേന്ദ്രത്തിന് തന്നെ നമ്മൾ എന്തെന്നും പറയും? ഹൈപ്പോ സെന്റർ എന്നും പറയും. എന്തെന്നും പറയും? ഹൈപ്പോ സെന്റർ എന്ന് പറയും. തിരിഞ്ഞു പോകരുത്. ഇനി ഒരു പെരിയ സെന്ററും കൂടി ഉണ്ട്, അതികേന്ദ്രവും ഉണ്ട്. അതായത് നമ്മുടെ പ്രഭവ കേന്ദ്രവും അതികേന്ദ്രവും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഫോക്കസിന് വിളിക്കുന്നത് ഹൈപ്പോ, മറ്റൊരു പേരാണ് ഹൈപ്പോ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അതികേന്ദ്രം, എപ്പി സെന്റർ എന്ന് പറയുന്നത്? ഈ റിലീസ് ചെയ്തിട്ട് എനർജി, അതായത് ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള സർഫസ്, അതായത് നമ്മുടെ എർത്തിൻ്റെ സർഫസിലുള്ള, ഇപ്പം അങ്ങ് ഉള്ളിലായിരിക്കും അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് എർത്ത് എങ്കിൽ, എർത്തിൻ്റെ സർഫസ് എങ്കിൽ ഇവിടെ എങ്ങാനും ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് സർഫസിലുള്ളൊരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പി സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസിന് നേർമുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചിരിക്കാം. ഈ ഭൂകമ്പ തരംഗങ്ങൾ, സീസ്മിക് വേവ്സ് ആദ്യം എത്തിച്ചേരുന്നത് എവിടെയായിരിക്കും? ഫോക്കസിൽ നിന്നും ആദ്യം എത്തിച്ചേരുന്നത് ഈ എപ്പി സെന്റർ, അതികേന്ദ്രത്തിലായിരിക്കും. ഏതാണ്? എപ്പി സെന്റർ. അപ്പോൾ ഹൈപ്പോ സെന്ററും എപ്പി സെന്ററും കൂടി തിരിഞ്ഞു പോകരുത്. ഇനി എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും എവിടെയാണ് ഉത്ഭവിക്കുന്നത്? അത് ഞാൻ ആദ്യമേ പറഞ്ഞു. എവിടെയായിരിക്കും? ശിലാമണ്ഡലം, ലിത്തോസ്ഫിയറിലായിരിക്കും ഉത്ഭവിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ പിക്ചർ നോക്കൂ. ഇതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഫോക്കസ് ഇത് ശിലാമണ്ഡലമാണ് അല്ലേ? ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിത്തോസ്ഫിയർ ആണ്. ഇത് ഈ ഒരു ഫോക്കസിൽ നിന്നും നേരെ എത്തിയിട്ടുള്ള ഈ സെന്റർ നോക്കിക്കുക. അതായത് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ അല്ലെ ഉപരിതലത്തിൽ ആദ്യം എത്തിയിരിക്കുന്നതാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. എന്താണ്? എപ്പി സെന്റർ, എപ്പി സെന്റർ, അതികേന്ദ്രം എന്ന് പറയുന്നത്. ഈ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഭൂവൽക്കത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ വിള്ളലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ്, ഇതിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വേവ്സ് റിലീസായി പോകുന്നത്. റിലീസ് ചെയ്യാനൊരു സ്ഥലം വേണമല്ലോ. അപ്പോൾ ഉള്ളിലുള്ള ഈ എനർജികളെല്ലാം കൂടി പെട്ടെന്ന് എന്ത് ചെയ്യാണ്? അതിൽ കൂടി റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇതിൽ സീസ്മിക് വേവ്സ് ഉണ്ട്, തരംഗങ്ങളായിട്ടാണ് പോകുന്നത്. ഈ പ്രധാനമായിട്ടും ഭൂകമ്പ തരംഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പ്രധാനമായിട്ടും എന്തായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ബോഡി വേവ്സും, രണ്ടെന്ന് പറയുന്നത് സർഫസ് വേവ്സും. ബോഡി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ഭൂശരീര തരംഗങ്ങൾ, ബോഡി വേവ്സ്. രണ്ടാമത്തേത് ഏതാണ്? ഉപരിതല തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ, അതായത് സർഫസിൽ വരുന്ന തരംഗങ്ങൾ. അപ്പോൾ സർഫസിൽ വരുന്ന വേവ്സ്, അപ്പം ബോഡി വേവ്സും സർഫസ് വേവ്സും എന്ന് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി ഈ ബോഡി വേവ്സിനെ തന്നെ നമുക്ക് എന്താണ് ബോഡി തരംഗങ്ങൾ? അതായത് ആ പേരിൽ തന്നെയുണ്ട്. അതായത് ഭൂമിയുടെ ഉൾഭാഗത്തു കൂടി എല്ലാ ദിശകളിലേക്ക്, അതായത് ഭൂമിയുടെ ബോഡിയിൽ എല്ലാ ദിശയിലേക്കും ബോഡിയിൽ കൂടി ഫുള്ള് സഞ്ചരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ബോഡി വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഊർജ്ജമോചനം നടക്കുമ്പോൾ ഇവ രൂപപ്പെടുന്നത്. അതായത് പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോക്കസ് അല്ലെ, ഹൈപ്പോ സെൻട്രൽ. അവിടെ നിന്നും എനർജി റിലീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? ഊർജ്ജമോചനം നടക്കുമ്പോഴാണിത് ഈ വേവ്സ് രൂപപ്പെടുന്നത്, ബോഡി വേവ്സ് രൂപപ്പെടുന്നത്. ഇനി ഈ ബോഡി വേവ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ഇങ്ങനെ നോക്കാം, എർത്ത്ക്വേക്സിൻ്റെ വേവ്സ്, ഈ വേവ്സിനെ നമുക്ക് പ്രധാനമായിട്ടും എന്തായിട്ട് തരംതിരിക്കാം? പ്രധാനമായിട്ടും ബോഡി വേവ്സ് എന്നും
സർഫസ് വേവ്സ് എന്നും തരംതിരിക്കാം. ഇനി ഈ ബോഡി വേവ്സിനെ തന്നെ നമുക്ക് വീണ്ടും തരംതിരിക്കാം പി വേവും എസ് വേവും. എന്താണ് ഈ പി വേവും എസ് വേവും എന്ന് പറഞ്ഞാൽ? പി എന്ന് പറഞ്ഞാൽ പ്രൈമറി വേവ്, എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വേവ് ആണ്. ഇനി ഈ സർഫസ് വേവ്സിനെ കുറിച്ച്, സർഫസ് വേവ്സും ആക്ച്വലി 2 ഡിവിഷൻ വരുന്നുണ്ട്. ലവ് വേവും റേലി വേവും എന്നും പറഞ്ഞ് 2 വേവാണ്. ഏതാണ്? ലവ് വേവും റേലി വേവും ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവ് വേവും റേലി വേവും എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നമ്മുടെ SCERT-യിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും നമുക്കൊന്ന് നോക്കാം. ബോഡി വേവ്സ് എന്ന് പറയുന്നത് പ്രധാനമായി 2ആയിട്ട് തരംതിരിക്കാം. എർത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും എർത്തിൻ്റെ ബോഡിയിലൂടെ എല്ലായിടത്തും സഞ്ചരിക്കുന്നതാണ്. എല്ലായിടത്തും സഞ്ചരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. അടുത്ത സർഫസിൽ, അതായത് നമ്മുടെ ഉപരിതലത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേവ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? സർഫസ് വേവ്സ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇനി ഈ ബോഡി വേവ്സിനെ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. പ്രൈമറി വേവും സെക്കൻഡറി വേവും, പ്രാഥമിക തരംഗങ്ങളും ദ്വിതീയ തരംഗങ്ങളും. അപ്പോൾ ഇനി എന്താണ് അതെന്ന് നോക്കാം. അതായത് പ്രാഥമികമായിട്ടുള്ളതും ദ്വിതീയമായിട്ടുള്ളതും എന്താണെന്ന് നോക്കാം. എന്താണ് പ്രൈമറി വേവ്സ് എന്ന് വെച്ചാൽ ആ വാക്കിൽ തന്നെയുണ്ട്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ആദ്യം, അതായത് വെരി ഫസ്റ്റ് നമ്മുടെ ഉപരിതലത്തിൽ സർഫസിൽ എത്തുന്നതാണ് എന്ന് പറയുന്നത് പ്രൈമറി വേവ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തരംഗങ്ങളോട് അതായത് സൗണ്ട് വേവ്സിനോട് സമാനതയുള്ള ഒരു വേവാണ് ഇത്. അപ്പോൾ സൗണ്ട് വേവ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് അല്ലേ? അനുദൈർഘ്യ തരംഗം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് കുറേ പ്രത്യേകതകളുണ്ട്. ആ ഒരു പ്രത്യേകതകളെല്ലാം ഇവ കാഴ്ചവെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പം പ്രൈമറി വേവ് എല്ലാത്തിലും, ഇപ്പോൾ സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസിലായാലും എല്ലാ സ്ഥലത്തും കൂടി ഇവ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പോകുന്ന, അതായത് ഈ പ്രൈമറി വേവ്സിനെ നമുക്ക് എത്താൻ പറ്റുന്നു. ഇപ്പം നമുക്ക് സീസ്മോഗ്രാഫിയിൽ കൂടെ അറിയാലോ, ഈ കണ്ടെത്താൻ പറ്റുന്ന എല്ലാ പ്രദേശങ്ങളിലും അത് എല്ലായിടത്തും കൂടിയും പോകുന്നുണ്ട്. പ്രൈമറി വേവ് എവിടെ കൂടെ പോകുന്നുണ്ട്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കൂടെയൊക്കെ പോകുന്നത്. പക്ഷേ ഇതിന് ഇനിയുള്ള സെക്കൻഡറി വേവ് ആണെങ്കിൽ സോളിഡ് കൂടി മാത്രമേ അതിന് പോകാൻ പറ്റൂ. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ കൂടി ഇതിന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇത് അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സോളിഡ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ പറ്റി പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നത് ഈ സീസ്മിക് വേവ്സ് എടുത്ത് പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലായി. അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റുകൾ എങ്ങനെയാണെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ സ്റ്റേറ്റുകളെല്ലാം പഠിച്ചു, പക്ഷേ ഇത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ പ്രൈമറി എന്ന വാക്കിൽ തന്നെയുണ്ട് ഇതെന്താണ്? ആദ്യം ഏറ്റവും വേഗത്തിൽ സഞ്ചരിച്ച് ആദ്യം ഉപരിതലത്തിൽ എത്തുന്നു. ഇനി ശബ്ദതരംഗങ്ങളുടെ സമാനമായിട്ടുള്ള സ്വഭാവം സൗണ്ട് വേവ്സുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളതാണ്. ഇത് എതിൽ കൂടിയൊക്കെ പോകുന്ന ഖര, ദ്രാവക, വാതക മാധ്യമങ്ങളിൽ കൂടി, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് മീഡിയത്തിൽ കൂടിയെല്ലാം ഇവ പോകുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞത് സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് ഇത് എന്തുണ്ടാക്കുന്നത്? വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സഞ്ചാര ദിശയ്ക്ക് എങ്ങനെയാണ്? സമാന്തരമായിട്ടാണ്, പാരലലായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് കമ്പനം ഉണ്ടാക്കുന്നത്, വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് സൗണ്ട് വേവ്സ് നമുക്കറിയാം ഇത് എന്തുണ്ടാക്കുന്നുണ്ട്? ചില സ്ഥലങ്ങളിൽ ഇത് കംപ്രഷൻസും ചില സ്ഥലങ്ങളിൽ റെയർ ഫ്രാക്ഷൻസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും കാണപ്പെടുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ നല്ല ഇങ്ങനെ വളരെ 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 സമ്മർദ്ദവും, ചില സ്ഥലത്തെത്തുമ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടല്ലേ അത് റെയർ ഫ്രാക്ഷൻസും ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ്. അപ്പം പി പാരലൽ അങ്ങനെ തന്നെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. പി പാരലൽ അത് പ്രൈമറി വേവ്സ് എന്താണ്? പാരലായിട്ടാണ്, അതായത് സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് ഇവ എന്തുണ്ടാക്കുന്നത്? കമ്പനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി ഇതിൻ്റെ നിഴൽ മേഖല എന്നുള്ളൊരിതുണ്ട്, അത് നമുക്ക് നോക്കാം. ഇത് നിഴൽ മേഖല എന്ന് പറയുന്നത് 105 ഡിഗ്രിക്കും 145 ഡിഗ്രിക്കുമാണുള്ളത്. ഇത് ഇനി പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും നിഴൽ മേഖല നോക്കുമ്പോൾ അത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ഇത്രയും നമ്മുടെ പ്രൈമറി വേവ്സിനെ പറ്റിയുള്ളത്. ഇനി എന്താണ് സെക്കൻഡറി വേവ്സ് എന്ന് നോക്കാം. അതായത് പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എത്തി അപ്പോൾ ഇതെന്താണ്? പ്രൈമറിയുടെ അത്രയും വേഗതയില്ല, അതിന് കുറച്ചും കൂടി എന്താണ് വേഗത കുറഞ്ഞത്, അതായത് പി തരംഗങ്ങളേക്കാൾ കുറഞ്ഞ വേഗത, കുറച്ച് വൈകിയാണ് എത്തുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡറി എന്നുള്ളൊരു പേരിൽ തന്നെ ആക്ച്വലി ഉണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇത് എന്താണ്? സോളിഡ് വേവ്സ്, ഖരമാധ്യമത്തിൽ സോളിഡ് ആയിട്ടുള്ള മാറ്ററിൽ കൂടി ഇത് പോകുന്നുള്ളൂ, മീഡിയത്തിൽ കൂടി ഇത് പോകുന്നുള്ളൂ. അപ്പോൾ എസ് വേവ് ഉള്ളി എന്തിലേ പോകുന്നുള്ളൂ? സോളിഡിലേ പോകുന്നുള്ളൂ. സോളിഡ്. പ്രൈമറി ആണെങ്കിലോ പി വേവ് ആണെങ്കിൽ എല്ലാത്തിലൂടെയും പോകും, സോളിഡിലൂടെയും പോകും, ലിക്വിഡിലെയും പോകും, ഗ്യാസിൽ കൂടെയും പോകും. അപ്പോൾ ഈ പ്രത്യേകത ഓർമ്മിച്ച് വെച്ചിരിക്കുക. എസ് വേവ് എന്താണ്? സോളിഡിൽ കൂടെ, അതായത് ഖരമാധ്യമത്തിൽ കൂടി മാത്രമേ പോകത്തുള്ളൂ. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത്
പ്രൈമറി വേവിൻ്റെ കാര്യത്തിൽ പറഞ്ഞു സഞ്ചാര ദിശയ്ക്ക് പാരലായിട്ടാണ് എങ്കിൽ ഇതെന്താണ് സഞ്ചാര ദിശയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് എന്താണ് ലംബമായിട്ടാണ് വരുന്നത് പെർപെൻഡിക്കുലറായിട്ടാണ് പോകുന്നത് അതായത് അപ്പ് ആൻഡ് ഡൗൺ വേവ്സ് അതായത് നമ്മുടെ തരംഗങ്ങളുണ്ടല്ലോ അതുപോലെ അതായത് നമ്മുടെ ഇപ്പോൾ ഒരു റിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മളൊരു കല്ല് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേവ്സ് എങ്ങനെയാണ് അതുപോലെയാണ് ഇത് ഫോം ചെയ്യുന്നത് അപ്പ് ആൻഡ് ഡൗൺസ് ആയിട്ടുള്ള വേവ്സുകളായിട്ടാണ് ഇത് ഇപ്പോൾ ഇത് നോക്കിക്കേ ഇത് പെർപെൻഡിക്കുലറായിട്ടല്ലേ അത് പോകുന്നത് സഞ്ചാര ദിശയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു പ്രൈമറി വേവ്സ് ആണെങ്കിൽ അത് പാരലായിട്ടാണ് സഞ്ചാര ദിശയ്ക്ക് പാരലായിട്ടാണ് സമാന്തരമായിട്ടാണ് പോകുന്നത് ഇതാണെങ്കിലോ എസ് വേവ്സ് ആണെങ്കിലോ സഞ്ചാര ദിശയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ലംബമായിട്ടാണ് പോകുന്നത് എന്ന് പറയുന്നത് അപ്പോൾ സഞ്ചാര ദിശയ്ക്ക് ലംബമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത് കമ്പനം സംഭവിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു ദ്രവത്തിലൂടെ ഇതിന് കടക്കാൻ കഴിയില്ല ഉള്ളി സോളിഡാണ് ഉള്ളി ഖരമാധ്യമത്തിൽ കൂടി മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ ദ്രവഘടകം ഉള്ളതായി തെളിയിക്കുന്നു അതായത് ഇത് പോകാത്തൊരു ഏരിയ എന്ന് പറയുമ്പോൾ അതായത് തന്നെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ എന്ന് പറയുമ്പോൾ അത് സോളിഡ് അല്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ കോറ് തന്നെ നമുക്ക് ഔട്ടർ കോറുമുണ്ട് ഇന്നർ കോറുമുണ്ട് ഇതിൻ്റെ ഏത് സ്റ്റേറ്റിലാണെന്ന് നമ്മൾ പറഞ്ഞു ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുമാണ് പണ്ട് കാലത്തിൽ ഈ സോളിഡ് എന്നുള്ളത് ഇല്ലായിരുന്നു പിന്നെ പല പഠനത്തിൽ കൂടിയാണ് നമുക്ക് അതായത് ഈ സീസ്മിക് വേവ്സും ഒക്കെ പഠിച്ചതിന് ശേഷം പിന്നെ അതുപോലെ ഈ മുകളിലുള്ള ലെയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ടുള്ള പ്രഷർ അതായത് താഴോട്ട് പോകുന്നതോറും പ്രഷർ കൂടുന്നുണ്ട് അപ്പോൾ ഈ എക്സേർട്ട് ചെയ്തതുകൊണ്ടാണ് അത് പിന്നെ എന്താണ് ഖരാവസ്ഥയിൽ ഇന്നർ കോർ ഖരാവസ്ഥയിൽ അകക്കാമ്പ് ഖരാവസ്ഥയിൽ സോളിഡ് സ്റ്റേറ്റിലായി പോയതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് പഠനം തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ എസ് വേവ് എന്ന് പറയുന്നത് ഒള്ളി സോളിഡിലൂടെ പോകുന്നുള്ളൂ അത് എന്തിൽ കൂടി പോകുന്നില്ല ലിക്വിഡിലൂടെയോ ഗ്യാസിലൂടെയോ പോകുന്നില്ല അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏകദേശം മനസ്സിലായി എന്താണ് ഭൂമിയുടെ ഔട്ടർ കോറ് എന്ന് പറയുന്നത് എന്താണ് പുറക്കാമ്പ് ദ്രവഘടകം ലിക്വിഡ് സ്റ്റേറ്റിലാണെന്ന് ഏകദേശം അത് തെളിയിക്കാൻ പറ്റി ഇനി ഇതിൻ്റെ നിഴൽ മേഖല എന്ന് പറയുന്നത് 105 ഡിഗ്രിക്ക് ശേഷമുള്ള എല്ലാ പ്രദേശവും വരും കാര്യം ഇത് ഉള്ളി സോളിഡിൽ കൂടിയേ പോകുന്നുള്ളൂ കാര്യം അറിയാലോ ഇത് സോളിഡിൽ കൂടിയേ പോകുന്നുള്ളൂ പിന്നെയുള്ള അതായത് ഈ ഒരു 105 ഡിഗ്രിക്ക് ശേഷം കഴിഞ്ഞ് വരുന്നതൊക്കെ നമ്മുടെ ഒരു ഔട്ടർ കോറിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റ് വരുന്നതാണ് ഇത് അതിനങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല അവിടെ നമുക്ക് എന്ത് ചെയ്തതിന് ട്രേസ് ചെയ്യാനും പറ്റത്തില്ല ഈ ഷാഡോസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഴൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കിതിന് കിട്ടുന്നില്ല ഇത് ട്രേസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് നിഴൽ മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ബോഡി വേവ്സിലുള്ള പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സ് എന്ന് പറയും ഇനി എന്താണ് സർഫസ് വേവ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് എന്താണ് സർഫസ് വേവ്സ് എന്ന് പറയുന്നത് അതായത് ഈ ബോഡി വേവ്സ് നമ്മുടെ ഉപരിതലത്തിലെത്തുമ്പോൾ സർഫസിലെത്തുമ്പോൾ എന്ത് ചെയ്യും എന്നറിയാമോ പ്രതിഫലനവും അപവർത്തനവും അതായത് നമ്മുടെ റിഫ്രാക്ഷനൊക്കെ സംഭവിച്ചതിന് ശേഷം റിഫ്രാക്ഷനൊക്കെ സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ഇവിടെയുള്ള ഇത് ബോഡി വേവ്സ് സർഫസിലെത്തുമ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം ഇതിന് റിഫ്രാക്ഷനൊക്കെ സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സെറ്റ് ഓഫ് വേവ്സ് അതാണ് ഏതെന്ന് പറയുന്നത് സർഫസ് വേവ്സ് എന്ന് പറയുന്നത് ഉപരിതല തരംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ഇപ്പോൾ നമ്മൾ പ്രൈമറി വേവ്സ് ആദ്യം എത്തിയിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതിൽ ഏറ്റവും വിനാശകാരികളായിട്ടുള്ളത് ഏറ്റവും വിനാശകാരികളെന്ന് പറയുന്നത് ഈ സർഫസ് വേവ്സ് ആണ് അതായത് ഇത് എന്ത് സംഭവിക്കും സർഫസിൽ എത്തുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ലിത്തോസ്ഫിയറിക് ആയിട്ടുള്ള പ്ലേറ്റുകൾ അല്ലെ ശിലാമണ്ഡലത്തിൽ നമ്മുടെ എന്തുണ്ടാകുന്നത് പ്ലേറ്റുകൾ ഉണ്ടാകുന്നത് അതിനൊക്കെ സ്ഥാനമാറ്റം സംഭവിക്കും ഇതിന് മണ്ടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിന് മണ്ടയിലാണ് നമ്മൾ വീടും ബിൽഡിങ്ങും ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ഥാനമാറ്റം എന്തിന് സംഭവിക്കുന്നുണ്ട് ഉപരിതലത്തിലുള്ള കെട്ടിടങ്ങളും ഇവിടെയുള്ള സ്ട്രക്ചറൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ നശിക്കാനായിട്ട് കാരണമാകുന്നുണ്ട് അപ്പോൾ ഏറ്റവും വിനാശകാരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സർഫസ് വേവ്സ് ആണ് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക ഇനി ഏറ്റവും വൈകിയാണ് സീസ്മോഗ്രാഫിൽ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ലേറ്റായിട്ട് വന്നാലും എങ്ങനെയാണ് പുള്ളിക്കാരൻ ലേറ്റസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഭയങ്കരമായിട്ടുള്ള നാശം സംഭവിക്കുകയും ചെയ്യും പക്ഷേ ലാസ്റ്റ് അല്ലേ പതിയെ വന്നാൽ മതി കാര്യം ഇത്രയും നാശം ഉണ്ടാക്കുകയല്ലേ അപ്പോൾ പതിയെ വരുന്ന ഏറ്റവും വൈകി എത്തുന്ന സീസ്മോഗ്രാഫിൽ വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത് സർഫസ് വേവ്സ് എന്ന് പറയുന്നത് ഉപരിതല തരംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏതിൽ വരുന്നത് ബോഡി വേവ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ ബോഡി വേവ്സും സർഫസ് വേവ്സും പറഞ്ഞു ബോഡി വേവ്സിൽ പി വേവും എസ് വേവും പറഞ്ഞു അടുത്ത സർഫസ് വേവ്സിൽ ഒരു ഡിവിഷൻ ഉണ്ട് പക്ഷെ അത് എസ് സി ആർ ടിയിൽ നമുക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഇനി ഇതിൻ്റെ തരംഗങ്ങളുടെ ഗതിവിധി അത് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് പ്രൊപ്പഗേഷനിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നോക്കുന്നത് അതായത് ഈ മാധ്യമത്തിൻ്റെ സാന്ദ്രത എങ്ങനെ അതായത് മാധ്യമത്തിൻ്റെ ഡെൻസിറ്റി അതായത് ഈ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി എങ്ങനെ ഈ നമ്മുടെ ഇവരുടെ അതായത് വേവ്സിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അപ്പോൾ
ഉയർന്ന ഡെൻസിറ്റി ഉള്ള ശിലകളിലാണെങ്കിൽ ഇതിൻ്റെ പ്രവേഗം എന്താണ് വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. ഉയർന്ന ഡെൻസിറ്റി ആണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റിയും കൂടും. ഇനി കുറഞ്ഞ സാന്ദ്രതയാണെങ്കിലോ ശിലകളിൽ തരംഗ പ്രവേഗം എന്ത് ചെയ്യും? കുറയും. അതായത് ശരിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ ഡെൻസിറ്റി കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ വെലോസിറ്റി കൂടും. ഡെൻസിറ്റി കുറയുവാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കുറയുകയും ചെയ്യും. ഇപ്പോൾ തരംഗ പ്രവേഗം കുറയുകയും ചെയ്യും. അപ്പോൾ അതാണ് മാധ്യമത്തിൻ്റെ ഡെൻസിറ്റി ഇതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. ഇനി പ്രതിഫലനം അപവർത്തനം എന്താണെന്ന് നോക്കാം. പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീബൗണ്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഇപ്പം എന്ത് ചെയ്യുന്നൊരു ഭിത്തിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വരിക എന്നൊക്കെ പറയില്ലേ, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരില്ല, അടിച്ച് തിരിച്ച് വരിക എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്രതിഫലനം എന്ന് പറയുന്നത്. എങ്കിൽ അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിക്കുന്നതാണല്ലേ, ഒരു ഗ്ലാസ്സിൽ മറ്റേ നമ്മുടെ ഒരു സ്കെയിൽ വെച്ചിരുന്ന സ്കെയിൽ നമ്മൾ പുറത്തു കൂടി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡെൻസിറ്റി വ്യത്യാസം ഉള്ളതുകൊണ്ട്, അപ്പോൾ ഡെൻസിറ്റി വ്യത്യാസത്തെ തുടർന്ന് ഇതിൻ്റെ തരംഗത്തിൽ എന്ത് ചെയ്യും? വ്യത്യാസം വരുന്നുണ്ട്. അതിൽ തരംഗത്തിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരും. അതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ്, അതായത് പ്രതിഫലനവും അപവർത്തനവും ഇതിലെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി ഇതിൻ്റെ ഷാഡോ സോൺ, ഞാൻ നേരത്തെ പറഞ്ഞു ഷാഡോ സോൺ എന്ന് പറഞ്ഞാൽ നിഴൽ മേഖലയാണ്. അത് പി വേവിന് എങ്ങനെയാണ്, എസ് വേവിന് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഭൂകമ്പത്തെ തുടർന്ന് പ്രഭവ കേന്ദ്രത്തിൽ ഭൂകമ്പ തരങ്ങൾ നാനാദിശയിലേക്കും സഞ്ചരിക്കുന്നത്. അതായത് എർത്തുക്വേക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഭവ കേന്ദ്രം ഫോക്കസിൽ നിന്നും ഈ വേവ്സ് എന്ത് ചെയ്യും? പല സ്ഥലത്ത് സഞ്ചരിക്കും. എന്നാൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തുള്ള ചില പ്രദേശങ്ങളിൽ ഭൂകമ്പ തരംഗങ്ങൾ എത്താറില്ല. ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല? ചില സ്ഥലങ്ങളിൽ ഇവ എത്താറില്ല. ഇത്തരം പ്രദേശങ്ങളെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഷാഡോ സോൺ എന്ന് പറയുന്നത്. ഇത്തരം പ്രദേശങ്ങളാണ് അതിൻ്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്. അപ്പം പി തരംഗത്തിൻ്റെ ഷാഡോ സോൺ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, 105 ഡിഗ്രി തൊട്ട് 145 ഡിഗ്രി വരെയാണ് അതിൻ്റെ ഷാഡോ സോൺ വരുന്നത്. എത്രയാണ്? 105 തൊട്ട് 145 ഡിഗ്രി. നോക്കിക്കേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കിക്കേ, ഇത് 105 145 ഇടയിലാണ് പി വേവിൻ്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്. പി വേവിൻ്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ നോക്കാം നമുക്ക്. എസ് വേവിൻ്റെ ഷാഡോ സോണാണ് നോക്കേണ്ടത്. ഓക്കെ, എസ് വേവിൻ്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 105 ശേഷമുള്ള മുഴുവൻ പ്രദേശങ്ങളും, അതായത് നമ്മുടെ കോറിൻ്റെ ഈ ഭാഗം, അതായത് ഭൂമിയുടെ ഏകദേശം 40% പ്രദേശവും എസ് തരംഗങ്ങളുടെ നിഴലും. ഈ പ്രദേശം നോക്കിക്കേ, ഈ സ്ഥലത്തൊന്നും ഇതിനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഇത്രയും പോർഷൻ, അതായത് 40% എന്താണ്? എസ് തരംഗങ്ങളുടെ നിഴൽ മേഖലയാണ്. അപ്പോൾ അതായത് എസ് തരംഗങ്ങൾ ദ്രവമാധ്യമത്തിൽ കടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇതിനങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല. പിന്നെ ഇനി കടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത്രയും പോർഷനിൽ ഇവരെ കാണാൻ പറ്റുന്നില്ല. അതിനാണ് ഇതിൻ്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷാഡോ സോൺ, അതായത് 40% വരുന്നത് ഏതിനാണ്? 105 ഡിഗ്രിക്ക് ശേഷം. എന്താ 105? ഇവിടെ 105 ശേഷം എന്തില്ല? നമുക്ക് എസ് വേവിനെ ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് എസ് വേവിൻ്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ 105 ശേഷമുള്ള മുഴുവൻ പ്രദേശവും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി പലതരത്തിലുള്ള ഭൂകമ്പങ്ങളുണ്ട്. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഞാൻ പറഞ്ഞു, അതായത് നാച്ചുറലി ആയിട്ട് നമ്മൾ പറയുന്നത് ടെക്ടോണിക് ആയിട്ടുള്ള ഭൂകമ്പങ്ങളാണ് പറയുന്നത് അല്ലേ. അതായത് നമ്മുടെ ഈ ഫലകങ്ങൾക്കുണ്ടാകുന്ന ചലനത്തിലുണ്ടാകുന്ന ഭൂകമ്പമാണ് പറഞ്ഞത്. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ ഒരുപാട് ഡാം ഉള്ളതുകൊണ്ട് തന്നെ റിസർവെയർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഈ ഇത്രയും വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുമ്പോൾ അത് അത്രയും പ്രഷർ, ഒരു സമ്മർദ്ദമാണ് എന്തിന് കൊടുക്കുന്നത്? ഭൂമിക്ക് ഉള്ളിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും റിസർവെയർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഭൂകമ്പങ്ങളുണ്ട്. അപ്പം അങ്ങനെ പല ടൈപ്പ് ഭൂകമ്പങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏറ്റവും കൂടുതലായി ഉണ്ടാകാറുള്ള ഭൂകമ്പങ്ങൾ. ഈ ഒരു ഭ്രംശ തലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതാണ് ഇത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തേതാണ് വോൾക്കാനിക് എർത്തുക്വേക്സ് എന്ന് പറയുന്നത്. വോൾക്കാനിക് എന്ന് വെച്ചാൽ അഗ്നിപർവ്വതങ്ങൾ സജീവമായിട്ടുള്ള മേഖലകളിലാണ് ഉണ്ടാകുന്നത്. ടെക്ടോണിക് ഭൂകമ്പം തന്നെയാണ്, പക്ഷേ ഈ വോൾക്കാനോയുടെ എനർജി റിലീസുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? വോൾക്കാനിക് എർത്തുക്വേക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാവുന്നതാണ് കൊളാപ്സ് എർത്തുക്വേക്സ്. എന്താണ് കൊളാപ്സ് എർത്തുക്വേക്സ് എന്ന് പറയുന്നത്? അതായത് ഒരുപാട് മൈനിങ് നടക്കുന്ന പ്രദേശങ്ങളിൽ ഭൂഗർഭ ഖനികളുടെ മേൽത്തട്ട് എന്ത് ചെയ്യും എന്നറിയാമോ? ഇടിഞ്ഞു വീഴും, തകർന്നടിഞ്ഞു. അപ്പോൾ മൈനിങ് നടന്ന് പോകുമ്പോൾ ഇവരുടെ ഖനികളുടെ മേൽത്തട്ട് ഇടിഞ്ഞങ്ങ് താഴെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടാകുന്ന ചെറിയ തോതിലുള്ള ഒരു വിറയൽ, ട്രെമറിനെയാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് കൊളാപ്സ് ഭൂകമ്പങ്ങൾ, കൊളാപ്സ് എർത്തുക്വേക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് വിസ്ഫോടന ഭൂകമ്പങ്ങൾ, എക്സ്പ്ലോഷൻ എർത്തുക്വേക്സ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്പ്ലോഷൻ എർത്തുക്വേക്സ്? അതായത് നമ്മുടെ സ്ഫോടനത്തിലൂടെ അല്ലേ, അതായത് ഇപ്പോൾ ആണവരാസ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം
അങ്ങനെ ഇപ്പം ന്യൂക്ലിയർ കെമിക്കലായിട്ടുള്ള എക്സ്പ്ലോഷനിലൂടെ ഉണ്ടാകുന്നതാണ് എക്സ്പ്ലോഷൻ. ആ വാക്കിൽ തന്നെയുണ്ട് ഓൾറെഡി. ഇതിൻ്റെ എല്ലാ വാക്കുകളിൽ തന്നെ നമുക്ക് കിട്ടും എന്താണ് എക്സ്പ്ലോഷൻ എർത്തുക്വേക്സ് എന്നും എന്താണ് കൊളാപ്സ് എർത്തുക്വേക്സ് എന്നൊക്കെ ഉള്ളത്. ആ വാക്കിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള റിസർവെയർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള എർത്തുക്വേക്സ്. അതായത് കൂറ്റം ഡാമുകൾ ഉണ്ടാവും, ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഈ ജലഭാരവും ഇതിൻ്റെ സമ്മർദ്ദവും ഇതൊക്കെ എന്ത് ചെയ്യും, ചിലകളിൽ മാറ്റങ്ങൾ നേരിടൽ രൂപപ്പെടും. അപ്പം അങ്ങനെ രൂപപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് റിസർവെയർ ഇൻഡ്യൂസ്ഡ് എർത്തുക്വേക്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പലതരം എർത്തുക്വേക്സുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഇത് നമുക്ക് അളക്കണ്ടേ, ഇത് എത്രത്തോളം എങ്ങനെയാണ്, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്, അല്ലേ, അപ്പം അതിൻ്റെ തീവ്രത എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ ഇത് അളക്കാനായിട്ട് മെയിൻലി നമ്മൾ 2 സ്കെയിലുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നോക്കാം. ഇതിൻ്റെ വ്യാപ്തി അതുപോലെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂകമ്പങ്ങളെ അളക്കുന്നത്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതായത് വ്യാപ്തി അളക്കാനായിട്ട് 1935 ചാൾസ് എഫ് റിക്ടർ, അപ്പോൾ ആ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ പുള്ളിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ്? റിക്ടർ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം മാഗ്നിറ്റ്യൂഡ് അളക്കുന്നതിനുള്ള ഏത് സ്കെയിലാണ്? മാഗ്നിറ്റ്യൂഡ് റിക്ടർ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ അളക്കുക. എന്താണ് ഭൂകമ്പങ്ങളുടെ വ്യാപ്തി എന്നുള്ളതും നമുക്ക് നോക്കാം. ഇനി ഇതിന് ഈ ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇത് ഇടയ്ക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഭൂകമ്പത്തിൻ്റെ ഈ വേവുകളെ നമ്മൾ രേഖപ്പെടുത്തുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സീസ്മോഗ്രാഫ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് സീസ്മോളജി എന്നുള്ളത് ഒക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി രേഖപ്പെടുത്തിയ തരംഗങ്ങളുടെ ആംപ്ലിറ്റ്യൂഡ് കണക്കാക്കിയിട്ടാണ് എന്ത് നമ്മൾ കണക്കാക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിട്ടുള്ള ആ വേവ്സുകളുടെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണക്കാക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ എന്തെന്ന് പറയാൻ പറ്റുന്നത്, വ്യാപ്തി കണക്കാക്കാൻ പറ്റുന്നത്, മാഗ്നിറ്റ്യൂഡ് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ്, അതായത് ഇതിൽ കുറേ റീഡിങ്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഖ്യകൾ വേണം. അതെന്ന് പറയുന്നത് 0 മുതൽ 10 വരെയാണ് ഭൂകമ്പ വ്യാപ്തി, അതായത് മാഗ്നിറ്റ്യൂഡ് നിർണ്ണയിക്കാൻ പറ്റുന്നത്. ഇനി ഒരു ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അതിലൂടെ മോചിപ്പിക്കപ്പെടുന്ന ഊർജ്ജത്തിൻ്റെ തോതിനനുസരിച്ചിട്ടാണ്. അതായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് എത്രത്തോളം എനർജി റിലീസ് ആദ്യമേ ഞാൻ പറഞ്ഞത് എത്രത്തോളം എനർജി ഇത് മോചിപ്പിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറയാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണയായിട്ട് പ്രാദേശിക തലത്തിൽ രേഖപ്പെടുത്തിയ ചെറിയ ഭൂചലനങ്ങളാണ് റിക്ടർ സ്കെയിലിൽ കണക്കാക്കാറുള്ളത്. ഇനി വലിയ ഭൂചലനങ്ങൾ കൂടുതലും കൃത്യതയാർന്ന മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് എന്ന മാനകത്തിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പം ചെറിയത് മാത്രമാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്, വലിയതൊക്കെ എന്താണ് മൊമെന്റ് മാഗ്നിറ്റ്യൂഡിലാണ് നോക്കുന്നത്. ഇനി നമുക്ക് നമുക്ക് ഈ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ പോരല്ലോ, ഇതിന് ഇൻറ്റൻസിറ്റി നോക്കണം. അതായത് എത്രത്തോളം വിസിബിൾ നമുക്ക് കാണാൻ കഴിയുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സ്കെയിലാണ് ഏതെന്ന് പറയുന്നത് മെർക്കലി സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ഭൂകമ്പ ശാസ്ത്രജ്ഞനായിട്ടുള്ള മെർക്കലിയുടെ പേര്, അപ്പോൾ ആ പുള്ളിയുടെ പേരിൽ തന്നെയാണ് ഈ സ്കെയിലും അറിയപ്പെടുന്നത്. ഇതിലെന്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് രേഖപ്പെടുത്തുന്നത്, മെർക്കലി ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭൂകമ്പം സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളം നാശനഷ്ടം അതിന് ഉണ്ടായി നമുക്ക് വിസിബിളി കാണാൻ പറ്റി എന്നുള്ളതനുസരിച്ചിട്ടാണ് ഭൂകമ്പ തീവ്രത എന്ത് ചെയ്യുന്നത് നിർണ്ണയിക്കുന്നത്. ഇനി ഇതിൽ എത്രയാണ് 1 തൊട്ട് 12 വരെയുള്ള റോമൻ ലെറ്റേഴ്സിലാണ് കേട്ടോ, 1 to 12 വരെയുള്ള റോമൻ ലെറ്റേഴ്സിലാണ് ഇത് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്കെയിലിൽ. ഓക്കെ, അത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ. ഇനി ഇതിന് കുറേ, അതായത് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ നല്ല ഇഷ്ടംമാതിരി അതിനുള്ള ഫലങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഭൂകമ്പം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഗ്രൗണ്ട് ഷേക്കിംഗ് നടക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രകമ്പനം നടത്താറുണ്ട്, ഭൂമിയുടെ മണ്ടയ്ക്ക് ഒരു പ്രകമ്പനം ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഗ്രൗണ്ട് സെറ്റിൽമെന്റ് ആണ്. ഇത് ഭൗമോപരിതലത്തിലുള്ള രൂപമാറ്റം സംഭവിക്കും, ഓഫ് കോഴ്സ് ഉണ്ടാകും. പിന്നെ ലാൻഡ് സ്ലൈഡും മഡ് സ്ലൈഡും ഉണ്ടാകും, അല്ലെ, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകും. ഈ ഭൂകമ്പത്തിന്റെ ഭാഗമായി വരുന്ന ഉരുൾപൊട്ടലുകൾ ഉണ്ടാവും. സോയിൽ ലിക്വേഷൻ, അതായത് മണ്ണ് എന്ത് ചെയ്യും, ഒലിച്ചു പോകാറുണ്ട്. പിന്നെ അതുപോലെ ഗ്രൗണ്ട് ലെർച്ചിങ്, അതായത് ഭൂഗർഭ ഭാഗങ്ങളുടെ തെന്നിമാറൽ, നമ്മൾ ക്രസ്റ്റിലുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യും, തെന്നി മാറി പോകാറുണ്ട്. പിന്നെ മണ്ണിടിച്ചിൽ നടത്താറുണ്ട്, അവലാഞ്ചസ്, മണ്ണിടിച്ചിൽ വരാറുണ്ട്. അപ്പം മഡ് സ്ലൈഡും അവലാഞ്ചസ്, അതായത് മണ്ണിടിച്ചിലും ഒക്കെ ഇതിൽ വരാറുണ്ട്. ഇനി ഭൂസ്ഥാന ചലനം, അതായത് ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കാറുണ്ട്. പിന്നെ ഫ്ലഡ്സ് ഇൻ ഡാം ആൻഡ് ലെവി ഫെയിലർ, അതായത് ജലസംഭരണികളുടെ കരകവിയും പിന്നെ അതുപോലെ തന്നെ അതിലുള്ള നീരൊഴുക്കും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറേ ഈ ഭൂകമ്പത്തിൻ്റെ ഫലങ്ങളിൽ വരുന്നത്. പിന്നെ ഉള്ളതാണ് നമുക്ക് ഫയർ ഉണ്ടാകാറുണ്ടല്ലോ, ഇപ്പം തീ പടരാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബിൽഡിങ്ങുകളെല്ലാം തകർന്നടിയും, അല്ലെങ്കിൽ നമ്മുടെ വീടുകളും ബിൽഡിങ്ങും ഒക്കെ എന്ത് ചെയ്യും, സ്ട്രക്ചറലായിട്ടുള്ള കൊളാപ്സ് സംഭവിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വസ്തുക്കൾ എന്ത് ചെയ്യും, വന്ന് ഫാളിങ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഇതുമായിട്ട് എർത്തുക്വേക്സിൻ്റെ അനന്തരഫലങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഇനി എന്താണ് സുനാമി എന്ന് പറയുന്നത്? സുനാമി എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ് വേർഡ് ആണല്ലോ, ഒരു ജാപ്പനീസ് വേർഡ് എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുനാമി പണ്ട് കാലഘട്ടത്തിലേക്ക് പ്രവചിച്ചിരുന്നതാണെങ്കിൽ പോലും നമുക്കിത് അനുഭവപ്പെടാൻ പറ്റിയത് എപ്പോഴാണ്? 2004 2004 ഒരു ഡിസംബർ 26 അല്ലേ, ഡിസംബർ 26 നമുക്ക് ഈ ഒരു ഇത് അനുഭവപ്പെട്ടത്. അപ്പോൾ സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഈ ഒരു ജാപ്പനീസ് വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അതായത് ഈ ഹാർബർ വേവ്സ് എന്നാണ് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂകമ്പ ആഘാത തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന പടുകൂറ്റ, അതായത് നമുക്ക് ഈ ഭൂകമ്പം ഇപ്പോൾ ഭൂമിയുടെ പ്ലേറ്റ്സിലുള്ള ചലനം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ ഓഷൻസ് ഉണ്ട് അല്ലേ, ഇതിന് മുകളിൽ കോണ്ടിനെൻസിനും ഉള്ളതുപോലെ തന്നെ ഓഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ ഭൂകമ്പത്തിൻ്റെ തരംഗങ്ങളുടെ ഒരു പ്രഭാവം എന്തിലും സംഭവിക്കും? ഈ ഓഷൻസിലുള്ള വെള്ളത്തിൽ സംഭവിക്കും. അതിനനുസരിച്ച് എന്ത് വലിയ കൂറ്റൻ തിരമാലകൾ ഉണ്ടാകും. ഈ കൂറ്റൻ തിരമാലകൾ ഉണ്ടായ എന്ത് ചെയ്യുക? ആ കടലിൽ തന്നെ നിൽക്കുമെന്നുള്ളതാണോ? ഇല്ല, അത് നമ്മുടെ ഹാർബറിലോട്ടെത്തും. അത്രയും ഹൈറ്റിൽ വരുന്ന തിരമാലകളായിരിക്കും. അപ്പോൾ ഈ വലിയ കൂറ്റൻ തിരമാലകളാണ് എന്തെന്ന് പറയുന്നത്? സുനാമീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിശക്തമായ ഭൂകമ്പങ്ങൾ കടൽത്തറയിൽ രൂപപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? സുനാമികൾ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഒരു 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററിൽ ഇങ്ങനെ ജസ്റ്റ് അവരുടെ അത് ഭൂകമ്പങ്ങളുടെ വിതരണം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? ദുർബല ഭൂകമ്പ മേഖലയും തീവ്ര ഭൂകമ്പ മേഖലയൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ദുർബലമായിട്ടുള്ളതും തീവ്രമായിട്ടുള്ളത് കണ്ടോ, തീവ്രമായിട്ടുള്ളതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അതിൻ്റെ വിതരണം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന രീതിയിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കാം. അപ്പോൾ ഇത്രയാണ് ഭൂകമ്പവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഭൂകമ്പം എന്നുള്ളതും ഭൂകമ്പത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വേവ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ ഏതൊക്കെ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്, പിന്നെ ഇതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതിന് നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് SCERT 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററും പിന്നെ NCERT എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ +1 +2 അങ്ങനെ ഇല്ല, നമ്മുടെ SCERT തന്നെ, അതായത് നമുക്ക് സ്റ്റേറ്റ് സിലബസിനും NCERTയുടെ ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. +1ൻ്റെ 3ാമത്തെ ചാപ്റ്ററുമാണ് ഇത് നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാക്സിമം പോയിന്റുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുറേ പോയിന്റ്സുമായിട്ട് വേൾഡ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്